ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടി മാക്സസ് യൂണിക് 6 ഗ്രാൻഡ് SUV. കഴിഞ്ഞ വർഷം മെയിലോ അങ്ങാണ്ടാണ് മാക്സസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡീലേഴ്സിനോട് സംസാരിച്ചപ്പോൾ ഓൾറെഡി 10-200 മാക്സസ് ഓൾറെഡി വിറ്റുപോയി എന്നാണ് പറയുന്നത്. ഇവർക്ക് പല മോഡൽസ് ഉണ്ട്. മാക്സസ് യൂണിക് 6, പിന്നെ 5 ഉണ്ട്, പിന്നെ ഒരു ഫാമിലി 9 സീറ്റർ ഒരെണ്ണമുണ്ട്, നമ്മുടെ ഫോർഡ് റാപ്റ്റർ സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്ക് ഉണ്ട്. ഇതിന്റെ മാനുഫാക്ചറേഴ്സ് ആരാ? മാക്സസിന്റെ മോട്ടോർ ആണ് ഇതിന്റെ. സൈക്ക് മോട്ടോർ. അപ്പോൾ ചൈനീസ് മാനുഫാക്ചറർ ആണ് അതിന്റെ അല്ലേ? MG മോട്ടോർ ഒക്കെ സൈക്കിന്റെ കീഴെ വരുന്നതാണ്. ഓക്കെ ഓക്കെ. മാക്സസിന്റെ D90 ആണ് ക്ലോസ്റ്റർ ആയിട്ട് നമ്മുടെ നാട്ടിൽ അവതരിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് കമ്പയറബിൾ ആയിട്ടുള്ള മോഡല് മാനുഫാക്ചർ പറയുന്നത് വോൾവോന്റെ XC90 ആണ്. അതെ, അത്രയും വലിയ സൈസ് ഉണ്ടോ ഇതിന്? 4735 മില്ലിമീറ്റർ മറ്റാണ് ഇതിന്റെ ലെങ്ത്. അപ്പോൾ നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ XC90യുടെ സൈസ് എക്സാക്ട്ലി കറക്റ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ ഇറ്റ് ഈസ് ക്വൈറ്റ് ബിഗ്. യെസ്. എനിക്ക് പേഴ്സണലായി ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ, അത് റോഡിൽ ഭയങ്കര ഒരു പ്രസൻസ് ഉള്ളതുണ്ട് അതിന്റെ സൈസ് കാരണം. അപ്പോൾ ഫ്രണ്ടില് മാക്സസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു സിൽവർ ഇതിലുള്ള ഒരു ബാഡ്ജും, പിന്നെ ഇതിന്റെ ബാക്കില് എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി കമ്പയറബിൾ ആണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഇതിന്റെ ബാക്ക് കാണുമ്പോൾ ഒരു GLE അല്ലെങ്കിൽ ഒരു GLC അതിന്റെ ഒരു ഫീലാണ്. ഫ്രണ്ടിൽ ഗ്രില്ലില്ല, പിന്നെ ഈ സാധാരണ ഇപ്പൊ കാണുന്ന പോലെ സ്പ്ലിറ്റ് ആണ്. DRL മുകളിലും ഹെഡ്ലൈറ്റ് താഴെയും. പിന്നെ സൈഡിൽ നിന്ന് കാണുമ്പോഴാണ് ശരിക്കും അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഗ്ലോസ്റ്ററിലുള്ള പോലെ വിൻഡോയ്ക്ക് ചുറ്റും ഒരു ക്രോം ലൈന്, ഇതൊക്കെ കാണാൻ ഭംഗിയുണ്ട്. പുറകിൽ നിന്നും കാണാൻ ഭംഗിയുള്ള വണ്ടി തന്നെയാണ്. അത് മാത്രമല്ല ബാക്കില് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈറ്റ് ഒരു നല്ലൊരു പ്രസൻസ് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. അതെ, സൈക്ക് മോട്ടോർ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. യൂണിക് 6 എന്നുള്ള ബാജ് ഉണ്ട്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ യൂണിക് 6 എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ പറയുന്നെങ്കിൽ. കാരണം ആ മാത്രം ഒരു ബ്ലൂ കളറാണ്. അതതിന്റെ ആയിരിക്കാം. നമ്മൾ ഇതുവരെ കേട്ടില്ലാത്ത 751 ലിറ്റേഴ്സ് ആണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ബൂട്ടിലുള്ള കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് 754. കവറിന്റെ മുകളിലുള്ള സ്പേസ് എന്തായാലും 754 അല്ല. എങ്ങനെയാണ് ഇത് മെഷർ ചെയ്തിരിക്കുന്നതെന്ന് എവിടെയും കണ്ടില്ല. പക്ഷെ മിക്കവാറും കവറിന്റെ അടിയിലുള്ള സ്പേസും ഇനിയിപ്പോ ഫുൾ ഹൈറ്റ് ലോഡിങ് വെച്ചിട്ടാണോ 754 എന്ന് അറിയില്ല. പക്ഷെ നമ്മൾ 754 എന്ന് വിചാരിച്ച് ബൂട്ട് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അത്രയും വലിപ്പമൊന്നും അതിനില്ല. എനിക്ക് തോന്നുന്നു താഴത്തെ കവർ തുറക്കാനുള്ള 754. ഇലക്ട്രിക് tailgate ആണ് അതിന്റെ. അത് തുറക്കുന്ന ബട്ടണും വൈപ്പറിന്റെ താഴെ ആണ് ബട്ടൺ. അവിടെ അവര് ഒരു ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ്, കാരണം അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് ബുദ്ധിമുട്ട് കാണില്ല അത് തുറക്കുന്നത്. പിന്നെ അത് കുറച്ച് സ്ലോവർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കുറച്ച് സ്ലോ ആണ്. എനിക്ക് അടയുമ്പോഴും കുറച്ച് സ്ലോ ആണ്. ഇന്റീരിയർ, വണ്ടിയുടെ ഇന്റീരിയർ നല്ല ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ഈ ഡാഷ്ബോർഡിന്റെ മോഡല് സോഫ്റ്റ് ടച്ച് ആണ്. ഈ താഴത്തെ ഭാഗത്തും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ്. ഡോർ പാഡ് ഒക്കെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ്. മോഡലും നമ്മൾ കൈവയ്ക്കുന്നിടത്തും ഒരു പ്ലാസ്റ്റിക് ഫീലിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ സെൻട്രൽ കൺസോൾ എനിക്ക് ഇതൊരു BMW ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഗിയർ, ഓഡി ഇൻസ്പയർഡ് ആണ്. ഈ ലീവർ മാത്രമല്ല, അതിന്റെ ചുറ്റുമുള്ള ബട്ടൺസിന്റെ അറേഞ്ച്മെന്റ് എല്ലാം. കപ്പ് ഹോൾഡർ ഒരു നല്ല സ്ഥലത്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വയർലെസ് ചാർജിംഗ് പാഡ് കുറച്ച് ഉള്ളിലാണ്, കൈ ഇങ്ങനെയൊക്കെ. അതെ, അത് ഹാൻഡ് റെസ്റ്റിന്റെ അടിയിലായിട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് അത് എത്താനായിട്ട്. പക്ഷെ ഈ സ്ക്രീനിന്റെ പുറകിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്ക്രീൻ കാണുമ്പോൾ വലിപ്പം തോന്നും, പക്ഷെ അതിന്റെ ഡിസ്പ്ലേ ഏരിയ ആക്ച്വലി കുറച്ച് ചെറുതാണ്. ആക്ച്വലി സ്റ്റിയറിംഗിലും പിടിക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ ഇത്രയും വലിയ വണ്ടിക്ക് വേണ്ടി കുറച്ചൊരു ചെറിയൊരു സ്റ്റിയറിംഗ് ആണ് എന്നൊരു ഫീൽ ഉണ്ട്. ഡാഷും ഇതിനകത്തെ ഡിസ്പ്ലേയും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി ക്ലട്ടഡ്, ഒത്തിരി ഇൻഫർമേഷൻ ഇല്ല, വളരെ മിനിമലിസ്റ്റിക് ആണ്. അതെ, ഈ സ്റ്റിയറിംഗിന്റെ നടുക്കത്തെ മെറ്റീരിയൽ എങ്ങനെയുണ്ട്? ഇവിടുന്ന് കാണുമ്പോൾ ഒരു സുഖമില്ലാത്ത ലുക്ക് ഉണ്ട്. ഒത്തിരി ഹാർഡ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല. അത് മാത്രമാണ് ഇവിടുന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? ക്വാളിറ്റിയിലെ കുറവ്. അതെ, ആക്ച്വലി ഇതിന്റെ ടോപ്പിലത്തെ മെറ്റീരിയലും സോഫ്റ്റ് ടച്ച് ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് ഇല്ല ഇതിന്. ടച്ച് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആണ്, പക്ഷെ ഒരു സ്റ്റിച്ചിങ് ഉള്ള പോലെയൊക്കെ
ഉണ്ട് ഇവിടെ. പക്ഷെ എന്നാലും അത് കാണുമ്പോൾ ഒരു അത്ര ഇംപ്രസീവ് അല്ലാതെ വലിയ മിറേഴ്സ് ആണ്. ബാക്കിലെ വിസിബിലിറ്റി നല്ലതാണ് ആക്ച്വലി ഇതിന് ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്, അങ്ങനെ ഒരു ഗുണമുണ്ട്. ആക്ച്വലി AC കൺട്രോളിലും ഇപ്പൊ ഡീമിസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. നമ്മൾ ടച്ച് സ്ക്രീനിൽ ഫിഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഈ ടച്ച് സ്ക്രീനിൽ ടച്ച് കുറച്ച് സെൻസിറ്റിവിറ്റി കുറവാണോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. കാരണം 1-2 തവണ ടച്ച് ചെയ്ത് നമ്മൾ ശ്രമിച്ചു ചിലപ്പോ 1-2 ടച്ച് വേണ്ടി വരുന്നുണ്ട്. സീറ്റ് നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ്. അണ്ടർ തൈ സപ്പോർട്ട് ഒരു പൊടിക്ക് കുറവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഇലക്ട്രിക് സീറ്റ്സ് ആണ്, അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട്. ഒരു ഹഗ്ഗിങ് ആ ഒരു ഫീലിംഗ് ഇല്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഈ സീറ്റ് വിട്ട് ഇത്തിരി കുറവാണെന്നാണ്. ബാക്കിൽ നമ്മൾ ഇരുന്ന് നോക്കി, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത് സീറ്റ് ഫ്ലോറും സീറ്റും തമ്മിലുള്ള ഹൈറ്റ് ഭയങ്കര കുറവാണ്. അത് നമ്മൾ ഇരിക്കുമ്പോഴും അറിയാനുണ്ട് സീറ്റ് ഹൈറ്റ് കുറവാണെന്നുള്ളത്. അപ്പോൾ അണ്ടർ തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്. പക്ഷെ ലെഗ് സ്പേസ് വളരെ അധികം ഉണ്ട്. അതുപോലെ ഹെഡ് സ്പേസും നല്ല രീതിയിൽ സൺറൂഫ് ഉള്ള വേർഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും ഹെഡ് സ്പേസ് അത്രയുണ്ട്. കാരണം അതിന്റെ ഹൈറ്റ് അത്ര ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. നമ്മൾ അതിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഈ വണ്ടി ആക്ച്വലി എടുക്കുന്ന സമയത്ത് സ്നോ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി ഹൈറ്റ് കാരണം. ഇത് ആക്ച്വലി ഒരു വേർഷനെ ഇവിടെ ഉള്ളൂ. 70 kWh ആണ് ബാറ്ററി സൈസ്. 177 ഹോഴ്സ് പവർ, 310 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക്. ഇതിന് ഒരു വേർഷൻ മാത്രമേ ഉള്ളൂ. ഓൾ വീൽ ഡ്രൈവ് ഇല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അതുപോലെ ഒരു ട്രിം ലെവൽ മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും ചൂസ് ചെയ്യാനില്ല. ഇതിൽ ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ക്രോസ് ട്രാഫിക് അലേർട്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. 360-degree ക്യാമറ ഉണ്ട്. പിന്നെ ഇലക്ട്രിക് സീറ്റ്സ് ആണ്. അതുപോലെ എല്ലാ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ട്രിം ലെവലേ ഉള്ളൂ. ആക്ച്വലിയിൽ എക്സ്ട്രാ ചൂസ് ചെയ്യാൻ പറ്റുന്നത് മെറ്റാലിക് പെയിന്റ് വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ല, ഇന്നവേ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്കൊരു മാക്സസ് യൂണിക് 6 വേണമെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ല. ഒറ്റ മോഡലേ ഉള്ളൂ. അതങ്ങ് സെലക്ട് ചെയ്യാം. ചാർജിങ് ഇതിന് ആക്ച്വലി 30 to 80% ആണ് ചാർജിങ് ടൈം പറയുന്നത്. അത് 35 മിനിറ്റ്സ് ആണ്. അപ്പൊ 70 kWh ബാറ്ററി വെച്ചിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചാർജിങ് കുറച്ച് സ്ലോ ആണ്. പിന്നെ റേഞ്ച് പറയുന്നത് 350 ആണ് WLTP റേഞ്ച് പറയുന്നത്. സിറ്റി റേഞ്ച് പറയുന്നത് 425, 450 ആ റേഞ്ചിലാണ്. വണ്ടിയുടെ വലിപ്പമുണ്ട്, 70 kWh ബാറ്ററി. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഹൈവേ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം, റേഞ്ച് 350 പറയുന്നുണ്ടെങ്കിലും അതിന്റെ അടുത്തൊന്നും സമ്മറിൽ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. സെക്കൻഡ്ലി പറഞ്ഞ പോലെ ചാർജിങ് കുറച്ച് സ്ലോ ആണ്. അപ്പൊ നമ്മളൊരു റോഡ് ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ കുറച്ചധികം സമയം വേണ്ടി വരും ചാർജ് ചെയ്ത്. ഇവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് 35 മിനിറ്റ്സ് എന്ന് പറയുന്നത് 200 കിലോമീറ്റേഴ്സ് പോകാനുള്ള ചാർജ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അത് കണ്ടറിയേണ്ടി വരും നമ്മൾ 200 കിലോമീറ്റേഴ്സ് ഒക്കെ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ്? ഇതിന്റെ പ്രൈസിങ് സിംഗിൾ വേരിയന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 51,900 ആണ് ഇതിന്റെ വില. 51,900. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, കൂടുതൽ വേരിയൻസ് ഒന്നുമില്ല. ഒറ്റ വേരിയന്റ് 51,900. മെറ്റാലിക് പെയിന്റ് വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ്, അല്ലെങ്കിൽ 51,900 ആണ്. വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വൺ പെഡൽ ബ്രേക്കിംഗ് ഉണ്ട്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഇതിപ്പോൾ ഒരു സ്ലോ സ്പീഡിൽ വന്നിട്ട് നമ്മൾ ഇടുമ്പോൾ സാറിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല, കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ബ്രേക്കിംഗ് ആണ്. റൈഡ് കുഴപ്പമില്ല. കാരണം ഇന്ന് അങ്ങനെ നമുക്കൊരു ഒത്തിരി അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് എത്ര സ്നോ ചെയ്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ആക്സിലറേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊന്നും നമുക്ക് ആക്സിലറേഷൻ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇത്ര വലിയ വണ്ടി 177 ഹോഴ്സ് പവർ, 310 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര ആക്സിലറേഷൻ ആയിരിക്കും. അല്ല, പക്ഷെ എന്നാലും അത് ഈ ക്ലൈമറ്റിൽ ഈ വെതറിൽ ചെയ്യാനൊരു. പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഇത്ര വലിയ വണ്ടിക്ക് 70 kWh ബാറ്ററി വെച്ചിട്ട് 350 റേഞ്ച് ഒക്കെ വേണമെങ്കിൽ, മോട്ടർ അധികം പവറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒത്തിരി ആക്സിഡന്റ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കത്തി തീരും. അതുകൊണ്ടായിരിക്കും റേഞ്ച് പെട്ടെന്ന് കുറയും. ഇപ്പൊ 177 HP 310 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ കുറവല്ല പവറും ടോർക്കും. പക്ഷെ ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഫോക്സ് വാഗൺ ID3 201 HP 300 ന്യൂട്ടൺ മീറ്ററുമാണ്. അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോഴേ ഉള്ളൂ ഒരു നമുക്കിത് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ആക്ച്വലി ഇലക്ട്രിക് ആയതുകൊണ്ട് വണ്ടിക്കും വെയിറ്റ് കൂടുതലായിരിക്കുമല്ലോ. ഇതൊരു പുതിയ ബ്രാൻഡാണ്. അതെ,
ഇത് അധികമാരും അങ്ങനെ ഒത്തിരി ഉപയോഗിച്ചൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. പക്ഷെ ഈ ഇന്ന് ഇത്രയും ഓടിച്ച ഒരു ഇതിൽ നിന്ന് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഇതെന്താണ്, എങ്ങനെ, വാട്ട് ഡു യു ഫീൽ? ആക്ച്വലി ഇത് നമ്മുടെ ടാറ്റ ഇൻഡിക്ക ലോഞ്ച് ചെയ്തപ്പോ മോർ കാർ പെർ കാർ എന്ന് പറഞ്ഞിട്ടൊരു അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊടുക്കുന്ന പൈസക്ക് വലിയൊരു വണ്ടി. അതെ, എനിക്കും പറയാനുള്ള അതാണ്. കാരണം എനിക്ക് ഇതിന്റെ റീസെയിൽ വാല്യൂ എത്രയാവുമെന്നോ, ഇത് 2 വർഷം കഴിഞ്ഞ് ഇതിന്റെ എന്താ പറയാ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ ആവുന്നോ നമുക്കറിയില്ല. പക്ഷെ ഇലക്ട്രിക് ആണ്, കുറവായിരിക്കും. അത് പറയുമ്പോൾ നമ്മൾ പറയണം വാറണ്ടി 5 ഇയർ വാറണ്ടിയാണ് വെഹിക്കിൾ വാറണ്ടി ഉള്ളത്. ബാറ്ററിക്ക് 8 ഇയർ വാറണ്ടിയാണ്. പക്ഷെ സാധാരണ കാണുന്ന പോലെ 160,000 കിലോമീറ്റേഴ്സ് അല്ല, 200,000 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ എൻ്റെ ഒരു ഇതാണ്, ഇതിന് ഇത്ര നല്ല ഗ്യാരണ്ടി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ബ്രാൻഡാണ്. 1 വർഷം അല്ലെ 2 വർഷം കഴിഞ്ഞാൽ ഇതിന്റെ റീസെയിൽ വാല്യൂ മാറ്റണമെങ്കിൽ എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് ഞാൻ എഗ്രി ചെയ്യുന്നു. അതായത് മോർ കാർ കൊടുക്കുന്ന വിലയ്ക്ക് ഒരു വലിയൊരു വണ്ടി. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ ഇതിന്റെ കമ്പാരബിൾ ആയിട്ടുള്ള XC90 ഒന്നും കിട്ടില്ല. ഇതിനുള്ള റോഡ് നമ്മൾ ഇതുവരെ ഡ്രൈവ് ചെയ്ത ഐനിക് 5 EV6 ഇതൊന്നും 51,900 അതിന്റെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡൽ കിട്ടില്ല. പക്ഷെ ഇതിന്റെ കോംപ്രമൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ലോങ് റോഡ് ട്രിപ്പ് പോകുകയാണെങ്കിൽ അതിന്റെ ബാറ്ററി സൈസും അതേപോലെ ചാർജിങ് സ്പീഡും നമ്മുടെ ട്രിപ്പ് സ്ലോവർ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് അതിന്റെ ഒരു ന്യൂനത. അപ്പൊ ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് മാക്സസിന്റെ യൂണിക് 6 എന്ന് പറയുന്ന SUV ആണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വാഹന റിവ്യൂകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോർഡിക് മലയാളി. താങ്ക് യു.